ഭൂരിഭാഗം ആൾക്കാരും ഫ്രണ്ട്സ് സീരീസ് കണ്ടിട്ടുണ്ട്. അതിലൊരു എപ്പിസോഡ് ഉണ്ട്. റോസ് ഒരു ലേഡീനെ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരത്തിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകും. ആ അപ്പാർട്ട്മെന്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാബി ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ്. ഒരുപാട് സാധനങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചപ്പും ചവറും എല്ലാ സാധനങ്ങളും വെറുതെ വലിച്ചെറിഞ്ഞേക്കുന്നവര്. അത് കാണുമ്പോൾ തന്നെ ഈ റോസിന് ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞു കയറുന്നുണ്ട്. അപ്പൊ ഈ റോസ് ഒരു സജഷൻ മുന്നോട്ട് വെക്കും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തന്നെ ഈ പെണ്ണ് പറയും, വേണ്ട, നിന്റെ അപ്പാർട്ട്മെന്റിൽ ഒരു വൃത്തിയായിട്ടൊരു മണമുണ്ട്. അപ്പൊ തന്നെ റോസ് കൗണ്ടർ അടിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ സോപ്പിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതിനെ കുറിച്ചിട്ട് തന്നെയാണ്. ഹോർഡിംഗ് ഡിസോർഡർ എന്നാണ് ഇതിനെ സൈക്കോളജിയിൽ വിളിക്കുക. അപ്പൊ ഈ ഹോർഡിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന സംഭവം അക്കോർഡിംഗ് ടു DSM-5 OCDയുടെ അണ്ടറിലാണ് വരുന്നത്. ഹോർഡിംഗ് ഡിസോർഡർ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതുള്ള ഒരാള് വെറുതെ കുറേ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കും. മേടിച്ച് അവർ വീട് ഫുള്ള് നിറയ്ക്കും. ഇതിൽ ഭൂരിഭാഗം സാധനങ്ങളും ഇവർ ഒരിക്കൽ പോലും തുറന്നിട്ടും ഉണ്ടാവില്ല. ആ മേടിച്ചുകൊണ്ട് വന്ന കവറിന്ന് ഇവർ പുറത്തേക്ക് ഇട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവരിപ്പോൾ ഇവരുടെ വീട് നിറച്ചു കഴിഞ്ഞാൽ പോലും ഇവർ പിന്നെയും കബേർഡ്സും ഷെൽഫ്സും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിച്ച് അതിലേക്ക് കുത്തി നിറയ്ക്കാൻ നോക്കും. ഇവർക്ക് തന്നെ ഒന്ന് ബെഡിൽ കിടന്ന് ഉറങ്ങണമെങ്കിൽ ഇവർ ആ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അവരുണ്ടാക്കും. ഇതുകൊണ്ട് തന്നെ ഹോർഡിംഗ് ഡിസോർഡർ ഉള്ള ഒരാൾക്ക് നമുക്ക് സിമ്പിളായിട്ട് അവരുടെ മേജർ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഫാമിലി റിലേഷൻഷിപ്സ് ഒന്നും സ്റ്റേബിൾ ആയിരിക്കില്ല. അവർക്ക് എപ്പോഴും അവരുടെ കുടുംബക്കാരെ തന്നെ അവർക്ക് സംശയമായിരിക്കും. കാരണം അവർക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ഇവരറിയാതെ ഇവരുടെ കണ്ണ് വെട്ടിച്ച് എങ്ങാനും സാധനങ്ങളൊക്കെ ഇവരെടുത്ത് യൂസ് ചെയ്യുന്നുണ്ടോ, ഇവരെങ്ങാനും എടുത്ത് ഗാർബേജിൽ ഇടുന്നുണ്ടോ, അല്ലെങ്കിൽ കത്തിച്ച് കളയുന്നുണ്ടോ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബക്കാരെ തന്നെ ഇവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. ഇതിന്റെ മേജർ കോസൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്സ് ഓഫ് കോഴ്സ് ഉണ്ട്. പിന്നെ ഫാമിലി ഹിസ്റ്ററിയും ഒരു വലിയൊരു കാരണമാണ്. OCDയോ അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉള്ള ഫാമിലി മെമ്പേഴ്സിന്റെ മക്കൾക്ക് ഇതുണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതിനുള്ള ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡീക്ലട്ടറിങ് ആണ്. പക്ഷെ ഡീക്ലട്ടർ വെറുതെ ചെന്ന് നമ്മൾ ഒരുപാട് സാധനങ്ങൾ എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ട് അവരുടെ അടുത്ത് ഓക്കെ എല്ലാം റെഡിയാണെന്ന് പറഞ്ഞ് ചെയ്യരുത്. നേരെ മറിച്ച് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം അവർക്ക് തെറാപ്പി സെഷൻസിൽ കൊണ്ടുപോവുക. എന്നിട്ട് അവരുടെ അടുത്ത് തന്നെ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുക. പിന്നെ അവരുടെ അടുത്ത് പയ്യെ ഡീക്ലട്ടർ ചെയ്തിട്ട് ആ ചേഞ്ചസ് എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ കൊണ്ടുവരുന്നതെന്ന് അവരോട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറയുക. അപ്പോൾ ഇത്ര പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും ഇത് എന്നെക്കുറിച്ചാണല്ലോ പറയുന്നതെന്ന്. എന്നാൽ നിങ്ങളും ഈ ഹോർഡിംഗ് ഡിസോർഡർ ഉള്ള ഒരാളും തമ്മിലുള്ള മേജർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു സാധനം മേടിച്ചു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കോയിൻ കളക്ഷൻ ഉണ്ടെന്ന് നോക്ക്. നിങ്ങൾ ആ കോയിൻസ് ഒക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് അതൊരു ഓർഗനൈസ്ഡ് രീതിയിൽ നിങ്ങൾ ആക്കി വെക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരാൾ വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വന്നു, നിങ്ങൾ ഈ സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്തേക്കുന്ന ഈ കളക്ഷൻസ് നിങ്ങൾ ഒരു എംബാരസ്മെന്റും ഇല്ലാതെ നിങ്ങൾ പ്രൗഡോടെ കാണിക്കും, ഇതാണ് എൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞു. പക്ഷേ ഹോർഡിംഗ് ഡിസോർഡർ ഉള്ള ഒരാൾ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, അവർ ഈ മേടിച്ച സാധനങ്ങൾ അവർ യൂസും ചെയ്യില്ല, ഭയങ്കര ഡിസോർഗനൈസ്ഡ് ആയിട്ട് അത് ഇടുകയും ചെയ്യും. പിന്നെ പോരായിട്ട് ഒരാളെയും ഇത് കാണിച്ചു കൊടുക്കുകയില്ല. കാരണം ഇത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എംബാരസ്ഡ് ആവും എന്നുള്ളൊരു ബോധമാണ് അവർക്കുള്ളത്.